ഇത് അതുപോലെ തന്നെ ലോകത്തിലെ ഏറ്റവും കൂടുതലും മുസ്ലിങ്ങളുള്ള രാജ്യമാണ് ഇന്തോനേഷ്യ. ഞാനിപ്പോ ബാലി പോയിട്ട് വന്നതാ. അവിടെ പക്ഷെ ഗണപതിയുടെ പടമാണ് പ്രിന്റ് ചെയ്തേക്കുന്നത്. കണ്ടോ, ഗണപതിയാണ്. അപ്പൊ ഇന്തോനേഷ്യയിൽ പോയി കഴിഞ്ഞാൽ കുറെ ക്ഷേത്രങ്ങളും ഒക്കെയാണ് കൂടുതലായിട്ടുള്ളത്. ഇത് മൊബൈലുകളാണ്. മൊബൈലിന്റെ കുറെ ഉണ്ട് കേട്ടോ, ഇതൊന്നും അല്ല, കുറെ വെറൈറ്റി എന്തെങ്കിലും ഉണ്ട് പഴയ ഇതായിട്ട്. ഇനി അതെല്ലാം സെറ്റ് ചെയ്യാൻ വെക്കാൻ പോവാ. ഇത് ഗൂർഖ കത്തി. ഇത് കത്തി എടുത്തു കഴിഞ്ഞാൽ ചോര കണ്ടിട്ട് മോഹൻലാലിന്റെ സിനിമയില് അല്ല, അത് കണ്ടോണ്ടേ പലരും ഇവിടെ വന്നാൽ ഈ സെയിം സാധനം പറയും കേട്ടോ. ഇത് എടുത്തു കഴിഞ്ഞാൽ ചോര കാണാതെ താത്തു വെക്കത്തുള്ളത്. ഇനി നമ്മൾ ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ വെളിയിലോട്ട് ഇപ്പം ബോംബെയിലും ഡൽഹിയിലും ഒക്കെ പോകുന്ന സമയത്ത് ₹1 കോയിന് ഉള്ള സാധനമാണ്. അതും ആ ഡയൽ ചെയ്ത് നോക്കിയേ, അത് ഡയൽ ചെയ്തേ, അങ്ങനെ കണ്ടോ കണ്ടോ. എന്നിട്ട് ₹1 ഇട്ടിട്ട് നമ്മൾ കോൾ ചെയ്യുന്നത്. അന്ന് ₹1 എന്ന് പറഞ്ഞാൽ എത്ര വലിയ മൂല്യമുള്ള സാധനം എന്നറിയോ. ഇത് മിലിറ്ററിയുടെ ഫോണാണ്. ഇത് കണ്ടോ. ഇനി ഇപ്പം ഏറ്റവും പ്രധാനപ്പെട്ട ഒരാൾ, ഇദ്ദേഹത്തെ അറിയോ? ജിതേഷ് അല്ലയോ, ലോകത്തിലെ ഏറ്റവും കൂടുതലും സ്പീഡേറിയ കാർട്ടൂണിസ്റ്റ്. അത് തന്നെ. അപ്പൊ അദ്ദേഹത്തിന്റെ പല പ്രാവശ്യവും PSCയുടെ ചോദ്യോത്തരമാണല്ലോ ഇവിടെ നമ്മുടെ ശിലാംബസ് കൂടുതലുള്ളത്. അപ്പം പല പ്രാവശ്യം PSCയിൽ അദ്ദേഹത്തിന്റെ ചോദ്യോത്തരം വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു മനുഷ്യനെ ഇദ്ദേഹം. അപ്പം ഇദ്ദേഹത്തിന്റെ ഡേറ്റ് ഓഫ് ബർത്ത് എന്ന് പറഞ്ഞാൽ ബർത്ത്ഡേ നോട്ടായത് 30/12/74 അദ്ദേഹത്തിന്റെ. അപ്പൊ ഈ ₹1 ₹10 നമ്മളിവിടെ വെച്ചിരിക്കുകയാണ്. അദ്ദേഹത്തിന് ബർത്ത്ഡേക്ക് കൊടുത്തത്. അപ്പൊ അദ്ദേഹം പറഞ്ഞു ഇവിടെ വെച്ചേക്കാം. അപ്പൊ ഇദ്ദേഹത്തിന് ലോകം അറിയപ്പെടുന്ന ഒരാളാണ് ജിതേഷി എന്ന് പറയുന്നത്. കണ്ടിട്ടുണ്ട്. അപ്പൊ അതങ്ങനെ. ഇത് തിരുവിതാംകൂറിന്റെ ഗണപതി കോയിൻ എന്ന് പറയും. ഇത് 2 ചക്രം എന്ന് പറയും. ഇതെല്ലാം ഏറ്റവും പ്രധാനപ്പെട്ട സാധനമാണ്. ഇത് സൈക്കിളിന്റെ ലൈസൻസ്. മറ്റേ നമ്മൾ മുമ്പേ കണ്ടത് സൈക്കിളിൽ വെക്കുന്നതാ. ഇത് വീട്ടിൽ വെക്കുന്നത്, നമ്മുടെ കൈ വെച്ചേക്കാൻ സൂക്ഷിക്കാൻ വെക്കുന്നതാ. ഇത് നമ്മൾ 14 വർഷമായ വീടാ. ഈ വീടിനകത്ത് മൊത്തം നമ്മൾ ആർട്ട് വർക്കുകളാണ് ചെയ്തേക്കുന്നത്. ഇതെല്ലാം സിമെന്റ് ചെയ്തതാ. തടിയുടെ കൂട്ട് തന്നെ നമുക്ക് തോന്നുന്ന പോലെ ചെയ്തേക്കുക. ഈ മേളിൽ കാണുന്ന സാധനം ഭസ്മത്തട്ടം എന്ന് പറയും. ഇപ്പൊ ഇവിടെ ഇങ്ങനെ ഭസ്മം ഇട്ടിട്ട് നമുക്ക് തൊട്ടുകൊണ്ട് പോകാൻ പറ്റും. ഒറ്റ തടിയത്. ഇവിടെ ഇരിക്കുന്നത് യഥാർത്ഥമായിട്ടുള്ള ഗ്രാമഫോൺ. സാധാരണ നമ്മൾ കടകളിൽ മേടിക്കാൻ കിട്ടും ഗ്രാമഫോൺ. ഇത് യഥാർത്ഥമായിട്ട് പഴയ ഗ്രാമഫോൺ തന്നെ. കണ്ടീഷനായിട്ട് പാട്ട് കേൾക്കാൻ പറ്റും. നല്ല വർക്കിംഗ് കണ്ടീഷൻ. പാട്ട് തീർച്ചയായിട്ടും പാട്ട് കേൾപ്പിച്ചേ വിടത്തുള്ളൂ. പാട്ട് വെള്ളച്ചാട്ടം ഉണ്ട്. ഇത് കണ്ടോ, ലോകത്തിലെ ഏറ്റവും ചെറിയ ക്യാമറയാ. വേൾഡിലെ ഏറ്റവും ചെറിയ ക്യാമറ. ഫിലിം ഇടാവുന്ന. അതുപോലെ തന്നെ ഇതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഫിലിം ഇടുക എന്ന് പറയുന്നത് തന്നെ വലിയൊരു സംഭവമാണ്. ഏറ്റവും ചെറിയ ക്യാമറ. ഇപ്പൊ ഡിജിറ്റൽ ക്യാമറ ആണെങ്കിൽ നമുക്ക് പറയാം ഏറ്റവും ചെറുത് വരെ. ഇത് ഫിലിം ഇടാവുന്ന ലോകത്തിലെ ഏറ്റവും ചെറിയ ക്യാമറ. ഇത് കണ്ടോ, ഇതൊരു ക്യാമറയാ. ഇത് ഏകദേശം എത്ര വർഷം പഴക്കമുണ്ട്? ഇത് ഇതിനകത്തുണ്ട്, വർഷം വരെ ഉണ്ട്. എല്ലാം ഉണ്ട് ഇതിനകത്തുണ്ട്. 1977 ഇത് പുറത്തിറങ്ങിയത്. USA ആണ് പുറത്തിറക്കിയത്. എല്ലാ ക്യാമറയ്ക്കും ഡീറ്റെയിൽ ഉണ്ട്. പഠിക്കാൻ വരുന്നവർക്ക് അങ്ങനെ പഠിക്കാൻ വരാം. ഇത് കണ്ടോ, ഇതൊരു ക്യാമറയാ. കണ്ടോ, ഇതിങ്ങനെ കറക്റ്റ് ചെയ്തിട്ട് ഇവിടെ ക്ലിക്ക് ചെയ്യാൻ പറ്റും. കണ്ടു കഴിഞ്ഞാൽ ഒരു പെപ്സി കുപ്പിയും ഇതുപോലൊക്കെ ഇരിക്കും. കണ്ടോ, അതേപോലെ ഇനി ഇങ്ങനെ കൗതുകം അല്ലാത്ത രീതിയിലുള്ള ഇത് 1ാം ലോക മഹായുദ്ധത്തിൽ ഉപയോഗിച്ച ക്യാമറ. ബ്രിട്ടീഷ് എന്ന് പറഞ്ഞാൽ മറ്റേ പട്ടാളക്കാർ ഉപയോഗിച്ച്. ഇതുണ്ടോ, ഇതൊരു ക്യാമറയാ. ആ കാലഘട്ടത്തിൽ ഇതിനകത്ത് വർഷം എല്ലാം ഉണ്ട് കൃത്യമായിട്ട്. വർഷം ഇതിന്റെ കാര്യങ്ങളെല്ലാം എഴുതിയിട്ടുണ്ട്. ഇത് ബോംബെ, ഡൽഹി, പിന്നെ ചെന്നൈയില് ഇവിടൊക്കെയാണ് ക്യാമറ കൂടുതലുള്ളത്. കാരണം സിനിമ ഏറ്റവും കൂടുതലുള്ള സ്ഥലങ്ങൾ അവിടെയൊക്കെയാണ്. അപ്പൊ അവിടെ നിന്നൊക്കെയാണ് ഏറ്റവും കൂടുതൽ ഇങ്ങനെയുള്ള ക്യാമറകളെയും കളക്ട് ചെയ്യുന്നത്. അങ്ങനെ പുരാവസ്തു ഇവിടെ ഉണ്ടായതുകൊണ്ട് നമുക്ക് ഇങ്ങനെ ആയിട്ട് ബന്ധപ്പെട്ട ഒത്തിരി ഗ്രൂപ്പുകളുണ്ട്. ആ ഗ്രൂപ്പിൽ അറിയാൻ പറ്റും ഇപ്പം. പക്ഷെ പണ്ട് തേടി പിടിച്ചു പോയി എടുത്തോണ്ട് വരിക. പിന്നെ ഇപ്പം തായ്ലൻഡും അങ്ങനെ പല രാജ്യങ്ങളിൽ പോകുമ്പോൾ ഞാൻ ഓരോ ക്യാമറ ഇതിനു വേണ്ടി മാത്രം കളക്ട് ചെയ്ത് കൊണ്ടുവരും. കാരണം എന്താണെന്ന് വെച്ചാൽ ക്യാമറ വലിയ എന്ന് പറഞ്ഞാൽ ഇനി മുന്നോട്ട് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇതൊന്നും കാണാൻ പോലും പറ്റത്തില്ല. ഇതിനകത്ത് ആ മേളിൽ കാണുന്ന ഒരു ഫ്ലാഷ് ഉള്ള ക്യാമറയാ. ഈ ഫ്ലാഷിന്റെ പ്രത്യേകത, ഒരു പ്രാവശ്യം നമ്മൾ ക്ലിക്ക് ചെയ്താൽ ആ ഫ്ലാഷ് അങ്ങ് പോകും. എന്ന് പറഞ്ഞാൽ ഫിലമെന്റ് അടിച്ചു പോകും. പിന്നെ അടുത്ത ബൾബ് ഇട്ടെങ്കിൽ മാത്രമേ അടുത്ത ഫോട്ടോ നമുക്ക് എടുക്കാൻ പറ്റത്തുള്ളൂ. അപ്പൊ ഇതൊക്കെ എത്ര കഷ്ടപ്പാടുണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കണം. അതുപോലെ ഇത് സെറ്റ് ചെയ്യാനോ, ലൈറ്റ് കറക്റ്റ് ചെയ്യണം, എന്തൊക്കെ പണിയാന്നറിയോ. അപ്പൊ അതിനെയൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഇത്രയും ക്യാമറകൾ. ഇത് കൂടാതെ പെട്ടിയിൽ കുറെ ക്യാമറ ഇരിപ്പുണ്ട്. 280 ക്യാമറ പഴയതുണ്ട്. വർക്ക് ചെയ്യുന്ന കുറെ ക്യാമറ ഉണ്ട്. ഫിലിം ഇട്ടാ വർക്ക് ചെയ്യുന്ന ക്യാമറ ഇതിനകത്തുണ്ട്. ഇതൊക്കെ കിട്ടിയപ്പോഴേ എന്താ പറയാ, നമ്മൾ റെഡിയാക്കി വെക്കും. പിന്നെ ബോക്സ് ആയിട്ട് കിട്ടുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ ഒരു കുഴപ്പം വരാതെ ഈ കമ്പനി നിർത്തുമല്ലോ. അപ്പൊ അതിന്റെ ഫ്രഷ് ആയിട്ടുള്ള പീസ് നമുക്ക് കിട്ടും. അങ്ങനെയുള്ളതുണ്ട്. ഇതൊക്കെ നന്നാക്കാൻ പറ്റുന്ന ആൾക്കാർ ഇപ്പോഴും ഉണ്ട്. അങ്ങനെ ഉണ്ട്. ഇപ്പൊ കോഴിക്കോട്, പാലക്കാട് സൈഡൊക്കെ ഉണ്ടാക്കുന്നവരുണ്ട്, ശരിയാക്കുന്നവരുണ്ട്. വാഗേശ്വരി ക്യാമറ തന്നെ. ഇത് വാഗേശ്വരി ക്യാമറയാ. ഇത് ആലപ്പുഴയിലാണ് ഇത് ഉണ്ടാക്കിയിരിക്കുന്നത്. ലെൻസ് മാത്രം വെളിയിൽ നിന്ന് വരുന്നതാ. അപ്പൊ അതിന്റെ തുടക്കമുള്ള ക്യാമറ അപ്പുറത്തിരിപ്പുണ്ട്. ആ ക്യാമറകളും നമ്മൾ വെച്ചിട്ടുണ്ട്. അപ്പൊ അതിൽ നിന്നാണ് വാഗേശ്വരി ക്യാമറ ഉണ്ടായത്. പിന്നെ ക്യാമറ എല്ലാം സെറ്റ് ചെയ്യുന്ന സാധനങ്ങളെല്ലാം ഉണ്ട്. ഇത് LR ചെയ്യുന്ന സാധനം. അങ്ങനെ
ക്യാമറയുടെ മാത്രമായിട്ട് തന്നെ പുസ്തകങ്ങൾ കുറെ ഇരിപ്പുണ്ട്, ക്യാമറയുടെ മാത്രം പുസ്തകങ്ങൾ. ചേട്ടൻ ഇത് എന്തെങ്കിലും ചെയ്ത് എന്താ പറയാ ഈ വർക്കുകൾ എന്തെങ്കിലും ചെയ്ത് പഠിച്ചിട്ടുണ്ട്? അതായത് കേടായത് എന്തെങ്കിലും നന്നാക്കി ഇല്ല, അങ്ങനെ അതറിയത്തില്ല. സ്വന്തമായിട്ട് ഇതൊക്കെ ഉള്ളത് കൊണ്ട് ഇനി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. പഠിക്കാനെന്നുള്ള ശ്രമം എന്ന് പറഞ്ഞാൽ ഓരോ ക്യാമറയ്ക്ക് ഓരോ പ്രത്യേകത. കാരണം ഇത് വർക്ക് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഇത് ഇലക്ട്രോണിക്സ് അല്ലല്ലോ, അപ്പൊ അതുകൊണ്ട് ഇച്ചിരി ടെക്നിക്കായിട്ട് വർക്ക് ചെയ്തെങ്കിലേ പറ്റത്തുള്ളൂ. അപ്പൊ അങ്ങനെ വെല്ലോസ് ഒക്കെ പോയി കഴിഞ്ഞാൽ അത്യാവശ്യം നമുക്ക് ചെയ്യാൻ പറ്റും, അല്ലാതുള്ള സാധനമൊക്കെ പാടായിരിക്കും. അപ്പൊ എങ്കിലും ഇതിന് വരുന്ന ആൾക്കാരെന്ന് പറഞ്ഞാൽ വർഷങ്ങളായിട്ട് ക്യാമറ നിൽക്കുന്ന ആൾക്കാരാണ്. അപ്പൊ അവരെ വിളിച്ചിട്ട് ചെയ്യുമ്പോൾ നല്ലൊരു ചെലവാണ്. ഇപ്പം പാലക്കാട് നിന്ന് ഒരു സ്ഥലത്ത് നിന്ന് ഇവിടെ വരുമ്പം ഒരു ദിവസം യാത്രയാ, അങ്ങനെ വന്ന് ശരിയാക്കി പോകാന്ന് പറയുമ്പോൾ 2 ദിവസം അവർക്ക് ആവും. അപ്പൊ അതിനനുസരിച്ച് കൂലിയെ കൊടുത്ത് വേണം വിടാൻ. പിന്നെ ഇതിനെ സംരക്ഷിക്കുക എന്ന് പറഞ്ഞാൽ ഇതാണ് കാര്യം. നഷ്ടപ്പെട്ടു പോയാൽ തീർന്നില്ലേ, ഒരു മോഡൽ വരും. ഇപ്പം അതുകൊണ്ട് മോഡൽ വരെ എഴുതി വെച്ചേക്കുന്നത്. ക്യാമറയെ കുറിച്ച് പഠിക്കാൻ വരുന്നവർക്ക് മോഡൽ വരെ അറിഞ്ഞിട്ട് തിരിച്ചു പോകാൻ പറ്റും. വരുന്ന ആൾക്കാർക്ക് ഇതിന്റെ ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ എല്ലാം കിട്ടും. ബുക്സും ഉണ്ടല്ലേ? ആ ബുക്സുകൾ ഇഷ്ടം പോലെ ഉണ്ട്. ഇതെങ്ങനെയാണ് ക്യാമറ വന്നത്, ക്യാമറയുടെ എങ്ങനെയാണ് പടം എടുത്തു കഴിഞ്ഞാൽ എന്തൊക്കെ ചെയ്യണം, അതെല്ലാം ഉണ്ട് നമ്മുടെ. അതൊരു 7-10 ബുക്ക് ഇരിപ്പുണ്ട്, അതിനകത്തെല്ലാം അറിയാൻ പറ്റും. നമ്മുടെ വാഗേശ്വരി എന്ന് പറഞ്ഞ ക്യാമറ ഉണ്ടായത് ഈ ക്യാമറയിൽ നിന്നാണ്. ഇത് വിദേശത്ത് നിന്ന് വന്നൊരു ക്യാമറയാണ്. ഈ ക്യാമറയെ കണ്ടിട്ടാണ് അദ്ദേഹം വാഗേശ്വരി ക്യാമറ ഉണ്ടാക്കിയത്. അതിന് വെല്ലോസ് ശരിയാക്കാനായിട്ട് അദ്ദേഹത്തിന്റെ അടുത്ത് കൊണ്ടു കൊടുത്തതാ. പുള്ളി പിന്നെ ഇതേപോലെ ക്യാമറ ഉണ്ടാക്കി. അപ്പൊ അതുകൊണ്ട് നമുക്ക് കേരളത്തിന് വാഗേശ്വരി ക്യാമറ ഉണ്ടെന്ന് നമുക്ക് പറയാൻ പറ്റും. അങ്ങനെ ഒരു ക്യാമറ ഇത്. പിന്നെ ഇതെല്ലാം ഓരോ വെറൈറ്റി ക്യാമറകളാണ്, എല്ലാത്തിനും പ്രത്യേകത. ഇത് വീഡിയോ ക്യാമറയാ. ഇത് വീഡിയോ ക്യാമറ. അത് ഇത് കണ്ടോ, ഇതൊക്കെ വളരെ പഴയ ക്യാമറകളാണ്. കണ്ടിട്ടില്ല, ഇതൊക്കെ കണ്ടിട്ടുണ്ട് വീഡിയോയിലൊക്കെ. ഇതൊക്കെ വീഡിയോ പോലും കാണാത്ത ടൈപ്പ് ക്യാമറകളാണ്. ഇതും വീഡിയോ ക്യാമറ കേട്ടോ, ഇത് വീഡിയോ ക്യാമറ. ഇതെല്ലാം ഇങ്ങനെ ഏകദേശം നമുക്ക് ഓരോന്നും ക്യാമറ എടുത്ത് വെക്കാനാണെങ്കിൽ ഒരു 1-2 എപ്പിസോഡ് തീരത്തില്ല. അങ്ങനെയുള്ള ക്യാമറയുണ്ട് ഇവിടെ. പിന്നെ ഇവിടെ ഇതെല്ലാം വർക്ക് ചെയ്യുന്ന നമ്മൾ തന്നെ ചെയ്തതാ. നമ്മളിവിടെ കുറെ ആൾക്കാർ, നമുക്ക് ആർട്ട് വർക്കാ മെയിൻ. ഈ 3D പോലുള്ള സാധനങ്ങൾ ഇതെല്ലാം അങ്ങനെ. ഇത് അതുപോലെ ഒരു പഴയകാല തോലിലുള്ള പിക്ചറ, അതും തോല് പിക്ചറ, ഇതെല്ലാം. പിന്നെ നമുക്ക് മറ്റേ കല്ലിലുള്ള നാസരമുണ്ട്, കല്ലിലുള്ള ഓടക്കുഴലുണ്ട്. അങ്ങനെ വ്യത്യസ്തമായിട്ടും കൗതുകമായിട്ട് ബന്ധപ്പെട്ടതുണ്ട് നമ്മുടെ. ഇതൊക്കെ എങ്ങനെയാ? ഇത് ലാലേട്ടൻ ഇങ്ങനെ ഒരു മോതിരം കൊടുത്തിട്ടുണ്ടായിരുന്നു, റിങ് ആയിട്ടുള്ളത്. ഇത് ഇത് ഇങ്ങനെ ഒരു സാധനമാണ്. ഇത് റീസെറ്റ് ചുമ്മാ നോക്കിയേ. അയ്യോ, റീസെറ്റ് ചെയ്ത് നോക്കാൻ ഞാൻ എടാ ഇതെങ്ങനെ അതാണ്. ഇത് അങ്ങനെ പറ്റില്ല കേട്ടോ, എല്ലാവർക്കും അങ്ങനെ പറ്റുന്നല്ല അല്ലേ? ഇത് ഇങ്ങനെ എടുക്കുക, ഇതിങ്ങനെ എടുക്കുക, ഇതിങ്ങനെ അകത്തോട്ട് ഇങ്ങനെ സെറ്റ് ചെയ്ത് ഇത് കറക്റ്റായി. അത് കഴിഞ്ഞ് ഇതെടുക്കുന്നു. ഇതൊക്കെ ഉണ്ടാക്കണത് ആരാ? ഇതൊക്കെ നമ്മൾ തന്നെ ഉണ്ടാക്കുന്നത്. നമുക്ക് ഇങ്ങനെ കുറെ സാധനങ്ങളുണ്ട്. ഇതുണ്ടോ, ഇതിങ്ങനെ സെറ്റ് ചെയ്യാം. ഇത് മറ്റേ ബുദ്ധന്റെ ഉണ്ട്, ഇത് വെള്ളിയാണ്. ഇത് ആങ്കർ ഷിപ്പിന്റെ, ഇത് നമ്മുടെ ആമമോതിരം. സാധാരണ ആമമോതിരം മറ്റേ മത്സ്യം കൂർമോ എന്നൊക്കെ പറയുന്നത് അതേപോലെ അങ്ങനെയുള്ള. ഇത് ലാവാ സ്റ്റോണ്, ഇത് മറ്റേ തടിയുടെ വാച്ച്. ഇത് നമ്മുടെ ഇടക്ക് നമ്മൾ ഇതിന്റെ ഇടയിൽ എവിടെയോ വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാൻ വിചാരിച്ചു കൗതുകം കൊണ്ട് മാത്രം, വേറെ പ്രത്യേകത ലേശം കൂടുതലാണ്.